കുഞ്ഞൂസ് കാർഡ് നമ്മൾ ഇറക്കി. കുഞ്ഞൂസ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് മൊത്തം ഡീറ്റെയിൽസ് അതിലുണ്ടാവും. കുഞ്ഞിൻ്റെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ ആദ്യമായിട്ട് സ്കൂളിൽ എത്തുന്നതിന് മുൻപുള്ള സ്പേസ് ആണല്ലോ. അപ്പോൾ കേൾവിശക്തി, കാഴ്ചശക്തി, അതൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മളതൊക്കെ അളക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കുഞ്ഞ് വളരുന്ന മുറയ്ക്കുള്ള ഇത്തരത്തിലുള്ളതൊക്കെ രേഖപ്പെടുത്തി കുഞ്ഞൂസ് കാർഡ് അതും നമ്മളവിടെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് അവതരിപ്പിച്ചു. ഒരു ബിർണാണി എന്ന് പറയുന്ന വാചകം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഭയങ്കര രസമുള്ളതാണ്. ശരിക്കും പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്ററുടെ വീടിൻ്റെ പുറത്ത് ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്ത് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിനിസ്റ്റർ നിർത്തി സംസാരിച്ച് തുടങ്ങി നടക്കാമെന്ന് വിചാരിച്ചത്. പുറത്ത് നല്ല മഴയാട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ തോന്നുന്നു. ഞാൻ ഫേസ്ബുക്ക് പരതുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു. ഇൻഫോർമേഷൻ പലതും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 30-40 ലക്ഷം രൂപ ഉണ്ടായിരുന്ന കരൾമാറ്റ് വെക്കൽ ശസ്ത്രക്രിയ എങ്ങനെ സൗജന്യമായി ചെയ്യാമെന്നൊക്കെ ഉള്ളത് അതിനകത്തുള്ളപ്പോഴും എനിക്ക് ചില സ്റ്റോറീസ്, നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ മാധ്യമത്തിൽ പുറത്തേക്കുമ്പോൾ പോലും ചില ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ സിയ നട്ടൽ ഉയർത്തിയിരിക്കാൻ എന്നിട്ട് പുഴയുടെ കാഴ്ചകൾ അല്ല കടലിൻ്റെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാൻ കഴിഞ്ഞു എന്ന് പറയുന്നൊരു സാധനം, അതുണ്ടാക്കുന്നൊരു സന്തോഷം വേറെ ആയിരിക്കും. ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ടച്ചിങ് ആയിട്ട് നമുക്കും അനുഭവപ്പെടുന്നതാണ്. അയ്യോ, അയാൾ ആ കാഴ്ച കാണാൻ ഉയർന്നിരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട്. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അതേപോലെ തന്നെ SMA ബാധിച്ച എന്നെ വേറൊരു കുട്ടി മുറാത്ത് നടക്കുന്ന വിഷ്വൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുറാക്ക് നടക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് കണ്ണ് നനഞ്ഞു. കാരണം മാം അത് ഒരു ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവട്ടെ, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എനിക്കത് കാണുന്ന സമയത്ത് എനിക്ക് ആ മുറാത്തിൻ്റെ സ്റ്റെപ്പ് ഭയങ്കര ഒരു ഇത് തന്നു. മിനിസ്റ്റർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഊർജ്ജം സമ്പാദിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില കാഴ്ചകളല്ലേ? ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യമില്ലേ, എവിടെയാണ് നമുക്കൊരു ഇത് കിട്ടുന്നതെന്ന്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഉത്തരം ഇതാണ്. അതായത് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം. അപ്പോൾ സിയ എന്ന മോൾ, അവളുടെ വാക്കുകളാണ്. അതായത് എനിക്കിപ്പോൾ കടൽ കാണാം, മനുഷ്യരെ കാണാം, യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മൗനമായി പോവും, നമുക്ക് നിശബ്ദമായി പോവും. സിയയ്ക്ക് നമ്മൾ സ്കോളിയോസിസ് സർജറിയും ചെയ്തിരുന്നു. സിയയുടെ സ്വപ്നമാണ് കേട്ടോ 18 വയസ്സ് വരെ നമ്മൾ ഈ SMA-യുടെ മരുന്ന് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ ഈ ഒരു വയലിന് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തെ സംബന്ധിച്ച് 1.5 ലക്ഷം രൂപയുടെ മരുന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കും, എവിടെ പണം കണ്ടുപിടിക്കും? ഒരു വയൽ പോരല്ലോ. ഒരു വർഷം പലതവണ ചികിത്സ വേണം, കണ്ടിന്യൂസ് ചികിത്സ വേണം. നമ്മൾ 8 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയായി. നമുക്ക് പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തം, സഹായം കൂടി വേണം. അപ്പോൾ CSR ഫണ്ടൊക്കെ നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സിയയുടെ ആഗ്രഹം പോലെ 18 വയസ്സ് വരെ ആക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മുറാദിനെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങളുടെ തല ഉറയ്ക്കാതെ, നടക്കാൻ കഴിയാതെ, ഈ എല്ലാം യങ് പേരൻസും ആവും. ഒന്ന് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ഭദ്രതയൊക്കെ ഉണ്ടാകുന്നൊരു ഘട്ടം ആയില്ലല്ലോ. ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ നമ്മളൊന്ന് നിൽക്കും എന്ന് പറയാം. പക്ഷേ ഈ ഹസ്ബൻഡും വൈഫും അവർ ഈ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ ആകുന്നു, അവർക്ക് രോഗമാകുന്നു, അവർ പകച്ചു പോവും. അവർക്കിത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു SMA-ക്ക് വേണ്ടിയിട്ടൊരു കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റയർ ഡിസീസസ് തുടങ്ങിയത്. അത് വിപുലപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഒന്ന്, ഈ 400-ൽ പരം അപൂർവ രോഗങ്ങൾ, അപ്പോൾ WHO പറയുന്നത് അതിനും കൂടുതലുണ്ടെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ രജിസ്റ്ററിൽ തയ്യാറാക്കും. ഇതുപോലെയാണ് ഈ ഹീമോഫീലിയ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹീമോഫീലിയ രോഗികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതായത് ഈ ഹീമോഫീലിയ എന്ന് പറയുമ്പം പെട്ടെന്ന് ബ്ലീഡ് ചെയ്യും. എപ്പോൾ ഇതുണ്ടാവുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജോയിൻസ് എല്ലാം നീര് വന്ന് ഇരിക്കും. അതുപോലെ എഴുന്നേക്കാൻ പറ്റില്ല പലപ്പോഴും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുമോ? പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തിരുവനന്തപുരത്തുള്ള ഒരാളെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പൂർണ്ണമായിട്ടും കിടപ്പായിരുന്നു, കാരണം ബ്ലീഡിങ് ഉണ്ട്, രക്തസ്രാവം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഉപജീവന മാർഗ്ഗമില്ല. ഇപ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത്? കാരണം ജീവിതം ദുരിതം പൂർണ്ണമായി. അപ്പോൾ നമ്മളിത് പ്രതിരോധമായിട്ട് മരുന്ന് കൊടുത്തു. ബ്ലീഡ് ചെയ്തിട്ടല്ല, പ്രതിരോധമായിട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ പല സ്റ്റേറ്റ്സിലും ബാനറുണ്ടായി, ഇഫ് കേരള ക്യാൻ വൈ ദിസ് സ്റ്റേറ്റ് ക്യാൻ നോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ എതിര് നിന്നാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടല്ലോ, ജീവിതങ്ങളുടെ മാറ്റങ്ങൾ, അതാണ്
അതാണ് ഏറ്റവും വലിയ ആശ്വാസം, അതാണ് മുന്നോട്ട് നയിക്കുന്നത്. വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അയാളുടെ ഭർത്താവ് വെട്ടുന്ന സമയത്ത് തടയുമ്പോഴാണ് അയാളുടെ വിരൽ നഷ്ടപ്പെട്ടത്. അയാൾക്കൊരു അതെ കൈപ്പത്തി പോയി അല്ലേ? കൈപ്പത്തി മുറിഞ്ഞു. കഴുത്തിന് വെട്ടിയതാണ്. വെട്ടി കൈ കൊണ്ട് അടഞ്ഞപ്പോൾ ഈ അടുത്തേ കൈ രണ്ടായിട്ട് മാറി. തുന്നിക്കെട്ടി നേരെയാക്കി. വിദ്യയ്ക്ക് ഒരു ജോലിയും കൂടെ, ഒരു ജീവിതമാർഗവും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമ്പോൾ അതിനകത്തൊരു പൂർത്തീകരണമുണ്ട്. ഇങ്ങനെയുള്ള ചില സമയത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റംസ് ഇതിനനുസരിച്ച് വഴങ്ങിയില്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്തെടുക്കും? തീർച്ചയായിട്ടും ഡിസ്റ്റർബ്ഡ് ആകും. വിദ്യ എന്നുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മുടെ മുന്നിൽ നേരിട്ട് വന്നതുകൊണ്ടാണ്. അപ്പം നേരിട്ട് ആ മുന്നിൽ വരാത്ത ജീവിതങ്ങൾ സമൂഹത്തിലുണ്ട്. പക്ഷെ അവർക്കും ഇത് ഉറപ്പാക്കണം. അപ്പോൾ അവിടെയാണ് ഈ ഞാൻ പറഞ്ഞ സംവിധാനങ്ങൾ അതനുസരിച്ചിട്ട് നമ്മൾ പരിവർത്തനപ്പെടണം. തുടർച്ചകൾ ഉണ്ടാകണം. ഇപ്പോൾ ഒരു ഗാർഹിക പീഡനം, അപ്പോൾ നമ്മളിപ്പോൾ അടുത്തിടെ ഒരു കണക്കെടുത്തു, ഒരു വർഷം നമുക്ക് എത്ര ഗാർഹിക പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഷാർജയിൽ ആത്മഹത്യ ചെയ്തതായിട്ടുള്ളൊരു വളരെ ദുഃഖകരമായൊരു കാര്യം നമ്മൾ കേട്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ ഗാർഹിക പീഡനങ്ങൾ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ചിലത് കോംപ്രമൈസ് ആയി പോകും, ചിലർ സമ്മർദ്ദം കൊണ്ട് പരാതിയൊക്കെ പിൻവലിച്ചിട്ട് പോകും. അപ്പോൾ ഇതിനൊരു തുടർച്ച വേണം. ഈ സ്ത്രീകൾ എവിടെ പോകുന്നു, ഈ പെൺകുട്ടികൾ എവിടെ, നമ്മളിപ്പോൾ പരാതി നമ്പർ 1 പരിഹരിച്ചില്ല, കോളം അക്ഷരങ്ങൾക്ക് അപ്പുറത്തെ ജീവിതങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അതിലൊരു ഫോളോ അപ്പ് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ പല ദ്വീപുകളായി നിൽക്കാതെ ഇത് ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത്, അതിപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രം, അങ്ങനെ പല തലങ്ങളിലും. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ കുട്ടികളെ കേൾക്കുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. അത് മുതിർന്നവർക്ക് മനസ്സിലാവാത്ത ഒരു ഏരിയയാണ്. കാരണം അവർ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ ഒരു അവസ്ഥയെ തിരിച്ചറിയാറില്ല. റാഗിങ് നമുക്ക് ഉദാഹരണമാണ്. അത് റാഗ് ചെയ്യപ്പെടുന്നവർ തന്നെയാണ് പിന്നീട് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നത് വൈരുദ്ധ്യമാണ്. അതേപോലെയാണ് നമ്മൾ വളർന്ന് വലുതായതാണ്, പക്ഷേ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ക്വാളിറ്റീസും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പൂവായിട്ട് വരുന്ന കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് നോട്ട് ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുതിർന്ന ആളുകൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നത് ഒരു പുതുമയാണ്. അവിടെയാണ് നമ്മളത് നോട്ട് ചെയ്യുന്നത്. അതേപോലെ മിനിസ്റ്റർ ഒരു കുഞ്ഞിൻ്റെ ആവശ്യം നടപ്പാക്കുമ്പോൾ, ഇപ്പോൾ ബിർണാണിയെ അംഗീകരിക്കുമ്പോൾ അവിടെ മിനിസ്റ്റർ അംഗീകരിച്ചത് ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വനിതകളുടെയും കുട്ടികളുടെയും കൂടെ മന്ത്രി ആയതുകൊണ്ട് ചോദിക്കുക, ഇതിനൊക്കെ എന്നാ മാറ്റം വരിക എന്ന് പ്രതീക്ഷിക്കണം? നമുക്ക് മാറ്റം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു. ശരിക്കും ഈ പല സംഭവങ്ങളുടെയും ഒരു അടിസ്ഥാനപരമായ കാരണം ഈ കുഞ്ഞുങ്ങൾ പറയാൻ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇതിന് പലതരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമ്മളെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു കുഞ്ഞു പറയാണ് അത് ഇന്നതല്ലേ എന്ന് പറയും, നിന്നോടാരെല്ലാം ചോദിച്ചോ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെയോ അവളുടെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നൊരു അടിയുണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ നിൽക്കും. പിന്നെ ഈ ഒരു അഭിപ്രായം പറയാൻ വരുമ്പോൾ ഇത് അവിടെ കിടക്കും. പിന്നെ നിങ്ങൾ പോയി അങ്ങനെ ആവണം ഇങ്ങനെ ആവണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ ചെറിയ കാര്യങ്ങളാവും. അതുപോലെ ഈ ഒരു അതിക്രമം നേരിടുന്നുണ്ടെന്ന് വിചാരിക്കുക, ഈ കുഞ്ഞ് എവിടെയാണ് പറയുക? അതിനൊരു സ്പേസ് വീട്ടിലില്ലെങ്കിലോ അച്ഛൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും? വീടിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെവിടെ പോയി പറയും? അപ്പോൾ ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയ്ക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ കുഞ്ഞുങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതിരുന്നാൽ തന്നെ ഞാൻ അതുവഴി പോകുമ്പം ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെ ഇങ്ങനെ പെരുമാറിയെന്നൊരു ആദ്യ ദിവസം ഒരു കുഞ്ഞു വന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇടപെട്ട് നിർത്താൻ കഴിയുന്ന, ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുന്നൊരു അവസരം നമുക്കുണ്ട്. അത് നമുക്ക് നഷ്ടമാകും. ഇപ്പോൾ നമ്മൾ പേരൻറ്റിങ് ക്ലിനിക്സ് ഉണ്ട് എല്ലായിടത്തും. പേരൻറ്റിങ് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒട്ടും ഈസി അല്ല, വലിയ ടാസ്ക്കാണ്.